എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് കെ സുരേഷ് കുമാർ. ഞാൻ ക്രൈസ്തവ സ്കൂളിലും തുടർന്ന് വിദ്യാധര സ്കൂളിലും പിന്നീട് എബ്രഹാം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുമല അവിടെയും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ടും ഒക്കെ പ്രവർത്തിച്ച് അതോടൊപ്പം പാഠപുസ്തക സമിതിയിലൊക്കെ വർക്ക് ചെയ്ത് SCRTയിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. എൻ്റെ മാതാപിതാക്കളുടെയും എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം കാരണം 16 പ്രാവശ്യം തുടർച്ചയായിട്ട് ടീച്ചിങ് എയ്ഡിൽ സ്റ്റേറ്റ് ഫസ്റ്റും ഗുരുശ്രേഷ്ഠ അവാർഡും ഗോൾഡൻ ട്രീ അവാർഡും NCERT നാഷണൽ അവാർഡുകളും ടീച്ചിങ് എയ്ഡിൽ സദേൺ ഇന്ത്യ ലെവലിൽ 1ാം സമ്മാനം പല പ്രാവശ്യവും ബെസ്റ്റ് ടീച്ചറിനുള്ള പ്രസിഡൻസ് അവാർഡുമൊക്കെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ടെറ്റ് പരീക്ഷ പാസ്സാകാത്ത ആളാണ് ഞാൻ കേട്ടോ. ടെറ്റ് പരീക്ഷ എഴുതിയിട്ട് പോലുമില്ല. കാരണം ഞാൻ ജോലിക്ക് കയറുന്ന സമയത്ത് അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലായിരുന്നു. 2013 തൊട്ടാണ് അത് നിർബന്ധമാക്കിയത്. ഞാൻ 18-ൽ വിരമിച്ചയാളാണ്. ടെറ്റ് പരീക്ഷ വേണോ എന്ന് വെച്ചാൽ വേണം, നല്ലത് തന്നെയാണ്. പക്ഷേ ഈ തിങ്കളാഴ്ച നാളെ അധ്യാപകർക്ക് നടത്തുന്ന ടെറ്റ് പരീക്ഷയിൽ എനിക്ക് അങ്ങേയറ്റം പ്രതിഷേധമുണ്ട്. ഇതൊരു മര്യാദയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും. ഇപ്പം സമൂഹത്തിലൊക്കെ പലരും ചോദിക്കുന്നുണ്ട്, അധ്യാപകർക്ക് എന്താ പരീക്ഷ എഴുതാൻ പേടിയാണോ? അതല്ല പ്രശ്നം. ഒരു അധ്യാപകന് പേടിയില്ല. എല്ലാ അധ്യാപകർക്കും ആത്മവിശ്വാസമുണ്ട്. അവർ പരീക്ഷ പാസ്സാവുകയും ചെയ്യും. അതൊന്നും അല്ല പ്രശ്നം. ഒരാൾക്കൊരു ജോലി കൊടുത്തതിന് ശേഷം ആ ജോലിക്ക് വിദ്യാഭ്യാസ യോഗ്യത പിന്നെ മാറ്റി നിശ്ചയിക്കരുത് എന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. കോടതി വിധിയില്ലെങ്കിൽ പോലും അതൊരു മര്യാദയല്ല. ഒരാൾക്കൊരു ക്വാളിഫിക്കേഷൻ പറഞ്ഞ് ജോലി കൊടുക്കുക, ജോലി കൊടുത്തിട്ട് പറയുന്നു ഇന്ന ക്വാളിഫിക്കേഷൻ കൂടെ നേടിയില്ലെങ്കിൽ പിരിച്ചുവിടും എന്ന് പറയുന്നത് മര്യാദയാണ്. ഞാൻ ചോദിക്കട്ടെ, നീറ്റ് പരീക്ഷ വന്നിട്ട് കുറച്ച് നാളായി. അതിനു മുമ്പ് MBBS പഠിച്ച് പാസ്സായി ഡോക്ടർമാരായി MDയും MSും DM ഒക്കെ എടുത്ത എത്രയോ ഡോക്ടർമാരുണ്ട്. അവരോട് നിങ്ങൾ പറയുമോ ഒന്നേന്ന് പോയി നീറ്റ് പരീക്ഷ എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ MBBS സർട്ടിഫിക്കറ്റ് റദ്ദാക്കുമെന്ന്, ഡോക്ടർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറയുമോ? എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ലാതിരുന്ന സമയത്ത് നിയമം പഠിച്ച് പാസ്സായ ആൾക്കാരല്ലേ ഇന്നത്തെ അഡ്വക്കേറ്റ്സും ജഡ്ജിമാരും? അവരെ ആ എൻട്രൻസ് എക്സാം പാസ്സായില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു പറയാൻ ധൈര്യമുണ്ടോ ആർക്കെങ്കിലും? എൻ്റെ അധ്യാപകരോട് മാത്രം ഈ കളി. ഇത് മര്യാദയാണോ? അങ്ങനെയാണെങ്കിൽ അധ്യാപകർക്ക് ജോലി കൊടുക്കുന്നതിന് മുമ്പ് പറയണമായിരുന്നു, ടെറ്റ് പാസ്സായാലേ ജോലി തരൂ, എന്നിട്ട് പാസ്സായവർക്ക് മാത്രം ജോലി കൊടുക്കൂ. അത് മര്യാദ. ജോലി കൊടുത്തതിന് ശേഷം ടെറ്റ് പാസ്സായില്ലെങ്കിൽ പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അതിനോട് 100% വിയോജിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് അധ്യാപകർക്ക് മനസ്സുകൊണ്ട് എൻ്റെ എല്ലാ പിന്തുണയും ഞാൻ പ്രഖ്യാപിക്കുന്നു. അവരെ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവർക്ക് ഗുണമുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമൂഹ രക്ഷകർത്താക്കളെ, എല്ലാവരും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ജോലി കൊടുക്കുമ്പോൾ ഇല്ലാതിരുന്ന ഒരു യോഗ്യത ജോലി കൊടുത്തതിന് ശേഷം അടിച്ചേൽപ്പിക്കുന്നത് ഒട്ടും മര്യാദ അല്ല തന്നെ. 2013 തൊട്ട് ടെറ്റ് പാസ്സായവർക്ക് ജോലി കൊടുത്തിട്ടുള്ളൂ. അതിനോട് 100% യോജിക്കുന്നു. ഒരു വിയോജിപ്പുമില്ല. പക്ഷേ ഇനി 5 വർഷത്തിൽ കൂടുതൽ സർവീസുള്ള ആളെ ടെറ്റ് പാസ്സായില്ലെങ്കിൽ പിരിച്ചുവിടുമെന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അത് ഞാൻ എതിർക്കുന്നു, പ്രതിഷേധിക്കുന്നു, ഒരു രീതിയിൽ യോജിക്കുന്നില്ല. കുറേ അധ്യാപകർക്ക് ഞാൻ ടെറ്റ് കോച്ചിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അതവരെ പാസ്സാകാൻ വേണ്ടിയാണ്. ഇതിനോട് നിങ്ങളും ഒന്ന് ചിന്തിക്കൂ. പല സമൂഹ മാധ്യമങ്ങളിലും ആക്ഷേപങ്ങൾ ഞാൻ ഒരുപാട് കണ്ടു. ഒരു പരീക്ഷയെ പേടിക്കുന്ന നിങ്ങളാണോ അധ്യാപകർ? പരീക്ഷയെ പേടിക്കുന്ന നിങ്ങൾ കുട്ടികളോട് പരീക്ഷ എഴുതാൻ എങ്ങനെ പറയും? ഇത് പരീക്ഷയെ പറ്റിയുള്ള പേടിയല്ല നാട്ടുകാരെ, അത് ഒരു നയത്തിനോടുള്ള വിയോജിപ്പാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്. അപ്പോൾ നാളെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കട്ടെ, ടെറ്റ് പാസ്സാകാത്ത പെൻഷൻ പറ്റിയ അധ്യാപകർക്ക് പെൻഷൻ തരില്ല, പെൻഷൻ കൂടെ മുടക്കട്ടെ. അപ്പോൾ 100% അത് പൂർത്തിയാകുമല്ലോ. ഇങ്ങനെയാണോ ഉദ്യോഗാർത്ഥികളോട് ചെയ്യേണ്ടത്? 2013 മുന്നിൽ സർവീസിൽ കയറിയവരും ടെറ്റ് പാസ്സാകണമെന്നുള്ളത് ആ നിബന്ധന മാറ്റിയേ പറ്റൂ. മാറ്റണമെന്ന് ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു അധ്യാപകൻ്റെ നോളജ് അല്ല പരീക്ഷയ്ക്ക് ജോലി കൊടുക്കുന്നതിന് മുമ്പ് പരീക്ഷിക്കപ്പെടേണ്ടത്. നോളജ് അത് അധ്യാപകരുടെ മാറിക്കോളുമ്പോൾ അവർക്ക് കൂടിക്കോളും. സൈക്കോളജി പരീക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും ചൈൽഡ് സൈക്കോളജിയും പെഡഗോജിയും പരീക്ഷയ്ക്കുണ്ട്. അതിനോട് 100% യോജിക്കുന്നു. ഇനി കണ്ടന്റിനേക്കാൾ പരീക്ഷിക്കപ്പെടേണ്ട ആപ്റ്റിറ്റ്യൂഡാണ്, ആറ്റിറ്റ്യൂഡാണ്. ആപ്റ്റിറ്റ്യൂഡുമാണ് പരിശോധിക്കേണ്ടത്. അവരുടെ ഒരു അധ്യാപകനുവേണ്ട ഏറ്റവും ഉയർന്ന യോഗ്യത പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ആ പോസിറ്റീവ് ആപ്റ്റിറ്റ്യൂഡും സൈക്കോളജിയോടൊപ്പം പെഡഗോജിയോടൊപ്പം പരിശോധിക്കൂ. അതൊക്കെ പരിശോധിച്ച് യോഗ്യത കൊടുക്കൂ. പക്ഷേ സർവീസിൽ കയറിയ അധ്യാപകരെ ദയവ് ചെയ്ത് വെറുതെ വിടൂ. അവരെ വെറുതെ വിടണമെന്ന് ഞാൻ എല്ലാ അഭ്യുദയകാംക്ഷികളോടും അധികാരികളോടും അങ്ങേയറ്റം വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യം
പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ അവാർഡുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് പൊങ്ങച്ചൻ പറഞ്ഞതല്ല കേട്ടോ. പിന്നെ എന്തിനു പറഞ്ഞു? അതൊക്കെ ടെറ്റ് പാസ്സാകാത്ത ഒരു അധ്യാപകൻ നേടിയതാണ്. അപ്പം ടെറ്റ് ഇതിനൊന്നും മാനദണ്ഡമല്ല. ടെറ്റിൽ പാസ്സാകാത്തവനും പലതും സാധിക്കും എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ക്ഷമിക്കണേ. ദയവ് ചെയ്ത് സർവീസിലുള്ള അധ്യാപകരുടെ കേറ്റഡ് പരീക്ഷ പാസ്സാകണമെന്ന നിബന്ധന പിൻവലിക്കൂ. പ്ലീസ് ഡു ഇറ്റ്.